അപ്പോൾ കണ്ണൂറുകാർക്ക് പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ പണ്ട് മുതൽക്കേ ഒരു 2-3 പ്രാവശ്യം നമ്മൾ കാറിലല്ല അല്ലാതെ ബൈക്കൊക്കെ എടുത്തിട്ട് ഫ്രണ്ട്സായിട്ട് ഈ ഒരു ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ ഒക്കെ പോയിരുന്നു. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ണൂര് ഇതിനായിട്ട് പോയതല്ല. നമുക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 2 മണിക്കൂർ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പോവാന്ന് കരുതി. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴികളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ലൊക്കേഷൻ വരുന്നത് മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുക, അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഒന്നുകൂടി നമ്മൾ കൺഫേം ചെയ്ത ശേഷം മാത്രം നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ വരുന്ന സമയത്ത് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താനായി. അവിടെ നമുക്ക് മെയിൻ എൻട്രി ആയതുകൊണ്ട് തന്നെ 40 രൂപ ഫീസ് വരുന്നുണ്ട്. അത് എന്തിൻ്റെ ഫീസാണെന്ന് നമുക്കറിയില്ല. അപ്പം ചിലപ്പം പാർക്കിങ്ങിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ എൻട്രി ഫീസ് ആയിരിക്കും. അപ്പോൾ 40 രൂപയാണ് നമുക്ക് അതിൻ്റെ ചാർജ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയത് ഒരു പ്ലാനിങ് ഇല്ലാതെ ആയതുകൊണ്ട് തന്നെ ഒരു 2:30 ആ സമയത്താണ് നമ്മൾ ഫാമിലി ആയിട്ട് പോയത്. അപ്പോൾ അത്യാവശ്യം ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മളെ റിക്ഷകളിലൊക്കെ ചെറിയ ചെറിയ സ്നാക്സും അതുപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടെ കാണാൻ പറ്റും ചെറിയൊരു ഗുഡ്സ് വണ്ടിയിലൊക്കെ ഉണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈവനിങ് ടൈമാണ് കൂടുതലായിട്ട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാനുള്ള ആ ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിലാണ്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുക ഒരു 10-15 മിനിറ്റ് മാക്സിമം നമുക്ക് ഈ ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. മെയിനായിട്ട് ഡ്രൈവിംഗ് ആണ്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം ഒരു 1-2 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് പോകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നമ്മൾ വെള്ളത്തിൻ്റെ സൈഡിലോട്ട് വണ്ടി ഇറക്കാതെ നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി വെള്ളത്തിലൊക്കെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളല്ല, ചില വണ്ടികളിൽ ചിലപ്പോൾ എല്ലാ വണ്ടികളും ചിലപ്പം ടയർ താണു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറേ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വണ്ടികളൊക്കെ ഇതിലോട്ട് താണു പോയി കെട്ടി വലിക്കുന്ന ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് ഇവിടെ ഡ്രൈവിംഗ് ബീച്ചാണ്. ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടെങ്കിൽ കുറച്ചൊരു ഇതായിരിക്കും. പക്ഷേ ഇഷ്ടംപോലെ വണ്ടികളും ഈവനിങ് ടൈമിലാകുമ്പോൾ വരും. അപ്പോൾ നമ്മൾ ഉച്ചക്ക് പോയതുകൊണ്ട് തന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ AC ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ, വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഏതായാലും പോയ സ്ഥിതിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് വണ്ടിയുടെ ഉള്ളിൽ തന്നെ മാക്സിമം സ്പെൻഡ് ചെയ്തു. ഒരു 10-15 മിനിറ്റ് പുറത്തൊക്കെ നോക്കി ഒന്ന് കടലിലൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ സൈഡാക്കിയതിന് ശേഷം, വണ്ടി സൈഡാക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഈ കരയിലൂടെ പോകുന്ന പോലെയല്ല, കുറച്ച് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇതാവും. വലിയ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മെയിനായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന കാര്യങ്ങളും കടകളൊക്കെ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യാനാണ് എല്ലാവരും, എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുമ്പൊക്കെ വന്നിട്ടുള്ള ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാർ എടുത്തിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അല്ലാതെ ബൈക്കിലൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ കരകളിലൊക്കെ മാക്സിമം നമുക്ക് വണ്ടി ഒതുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വണ്ടി താണു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാക്സിമം കടലിലോട്ട് വണ്ടി ഇറക്കാതെ നോക്കുക. ചിലപ്പം വെള്ളം ഇല്ലെങ്കിൽ പോലും ചിലപ്പം താണു പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ അത് ചിലപ്പോൾ അതും വെച്ച് നമ്മൾ കളിക്കേണ്ടി വരും. അപ്പം കുറേ ആൾക്കാർ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും. നമുക്ക് അധികം പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഇവിടെ ഏകദേശം ലാസ്റ്റല്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ നമുക്ക്
ഒരു ചെറിയൊരു പേടി കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ഒന്നാമത് ചെറിയ വണ്ടിയാണ്. പിന്നെ ഈ ഒരു ഏരിയ ഇവിടെ നമ്മുടെ കുറേ പാറക്കല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ലൊക്കേഷനിൽ അരിവാൾ ചുറ്റികയുടെ സ്തൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ആൾക്കാരൊക്കെ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഞാനും മുമ്പ് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സേഫ്റ്റി അല്ലാന്ന് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ പോയി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ അവരിഷ്ടത്തിന് അവർക്ക് ചെയ്യാം. അപ്പൊ ഇതാണ്, നല്ല വ്യൂ ആണ്. അപ്പൊ ജസ്റ്റ് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം മരത്തിന്റെ തണലിലൊക്കെ ഈ ഒരു നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ ഫാമിലീസും കാര്യങ്ങളൊക്കെ അതിന്റെ അടിയിൽ വണ്ടി ഇട്ടിട്ട് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് അവർ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഉച്ച സമയത്താണ് വന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ കടകളിൽ നമ്മൾ ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക, നമുക്ക് വണ്ടി ഇരുന്നിട്ട് കഴിക്കാം. പിന്നെ കുറെ ഇത് മാത്രമല്ല, നമ്മൾ വന്ന വഴി മാത്രമല്ല അല്ലാതെയും കുറെ എൻട്രീസ് ഒക്കെ ഇങ്ങോട്ടുണ്ട്. നമ്മൾ ചിലപ്പം പൈസ കൊടുത്തത് ചിലപ്പം വെറുതെ ആയിരിക്കാം, മെയിൻ എൻട്രൻസ് ആയതുകൊണ്ടായിരിക്കാം. അല്ലാതെ തന്നെ 2-3 വഴിയും കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഈവനിങ് ആണെങ്കിൽ നമുക്ക് ആ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വരിക. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞു 15 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയം നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാം, ഫാമിലി ആയിട്ട് എൻ്റർടൈൻ ചെയ്യാം. അപ്പം മാക്സിമം വെള്ളത്തിലും ഇതിലൊക്കെ ഇറങ്ങുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഡ്രൈവിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യത്തിനൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇഷ്ടംപോലെ പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കുറേ ആൾക്കാർ പോയിട്ടുമുണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇവിടെയൊക്കെ ഒരു ദ്വീപ് പോലെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വന്നത് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. വണ്ടികൾ കുറവൊന്നുമല്ല, അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-30 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് തിരിച്ച് പോകേണ്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ മാക്സിമം ഒരു 10 മണിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഈവനിങ് നമുക്കൊരു 3 മണിക്ക് ശേഷം അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി അത്യാവശ്യം സ്നാക്സും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും സേഫായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഏരിയയും ഇതൊക്കെ നല്ല ലൊക്കേഷൻസ് ആണ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ലോണം പണികളൊക്കെ നടക്കുന്നുണ്ട്. അതായത് മുകളിലൂടെ റോഡിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട്. ഏകദേശം നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ വരുമ്പോൾ നമ്മൾ നാട്ടിലുള്ള ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് നമ്മളെ ഏഴിമലയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. അപ്പോൾ അധികം നമ്മൾ ഇവിടെ നിന്നില്ല, പോകേണ്ടത് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോയാണുണ്ടായത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളും വിസിറ്റ് ചെയ്യുക. അപ്പം ബൈ.